നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അഗ്നി പരമ്പരയിലെ മിസൈലുകളുടെ തുടർച്ചയായ വിജയകരമായ പരീക്ഷണങ്ങളിലൂടെ ഇന്ത്യ പ്രതിരോധ രംഗത്ത് പുതിയ ചരിത്രം കുറിക്കുകയാണ്. ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധ നേടിയ ഈ മിസൈൽ കുതിപ്പിന് പിന്നിൽ 4 പതിറ്റാണ്ടിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ കഥയുണ്ട്. അഗ്നി, ആകാശ്, പൃഥ്വി തുടങ്ങിയ മിസൈലുകളുടെയെല്ലാം ജനനം 1983 തുടക്കം കുറിച്ച ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അഥവാ IGMDP എന്ന ചരിത്ര ദൗത്യത്തിലൂടെയായിരുന്നു. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, പ്രതിരോധ മന്ത്രി R. വെങ്കട്ടരാമൻ, DRDO മേധാവി VS അരുണാചലം എന്നിവരുടെ ദീർഘവീക്ഷണമാണ് ഈ പദ്ധതിക്ക് പിന്നിൽ. തന്ത്രപ്രധാന ആയുധങ്ങളുടെ കാര്യത്തിൽ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വയം പര്യാപ്തത കൈവരിക്കുകയായിരുന്നു ലക്ഷ്യം. ഇന്ത്യയുടെ മിസൈൽ സാങ്കേതികവിദ്യയുടെ പിതാവായ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ ISROയുടെ SLV-3 പദ്ധതിയിൽ നിന്നും മാറ്റി ഈ ദൗത്യത്തിൻ്റെ അമരക്കാരനാക്കിയതോടെയാണ് ഭാരതത്തിൻ്റെ പ്രതിരോധ ചരിത്രം തിരുത്തി കുറിക്കപ്പെട്ടത്. പ്രത്യേക സൈനിക ആവശ്യങ്ങൾക്കായി 5 മിസൈൽ പദ്ധതികളാണ് IGMDPക്ക് കീഴിൽ വിഭാവനം ചെയ്തത്. അത് പരിശോധിക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണ് പൃഥ്വി. 150 മുതൽ 300 കിലോമീറ്റർ വരെ ദൂരപരിധിയും 1000 കിലോഗ്രാം പേലോഡ് ശേഷിയുമുള്ള പൃഥ്വി ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ളതാണ്. കര, നാവിക, വ്യോമസേനകൾക്കായി ഇതിൻ്റെ വിവിധ പതിപ്പുകൾ വികസിപ്പിച്ചു. ഇതിൽ നാവികസേന പതിപ്പായ ധനുഷ് 2004 പരീക്ഷിക്കപ്പെട്ടു. തുടർന്ന് പൃഥ്വി സേനയുടെ ഭാഗമായതോടെയാണ് ലോകത്തെ പ്രമുഖ ബാലിസ്റ്റിക് മിസൈൽ ശക്തികളുടെ പട്ടികയിലേക്ക് ഇന്ത്യ ഉയർന്നത്. തുടക്കത്തിൽ സാങ്കേതികവിദ്യ പ്രകടന പദ്ധതി മാത്രമായിരുന്ന അഗ്നി ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാന പ്രതിരോധ ആയുധമാണ്. 700 കിലോമീറ്റർ മുതൽ 5000 കിലോമീറ്ററിന് മുകളിൽ വരെ ദൂരപരിധിയുള്ള മിസൈലുകൾ ഇന്ന് ഈ പരമ്പരയിലുണ്ട്. ബഹിരാകാശത്ത് നിന്ന് അതീവ വേഗതയിൽ തിരിച്ചിറങ്ങുമ്പോൾ ആയുധശേഖരത്തെ സംരക്ഷിക്കുന്ന റീ എൻട്രി സാങ്കേതികവിദ്യ ഇന്ത്യ സ്വന്തമാക്കിയത് ഈ പദ്ധതിയിലൂടെയാണ്. നിലവിൽ അഗ്നി 1 മുതൽ അഗ്നി 5 വരെയുള്ളവ സജ്ജമാണ്. ദൂരപരിധിയും ശേഷിയും വർദ്ധിപ്പിക്കുന്നതിനായി അഗ്നി പ്രൈം, അഗ്നി 6 എന്നിവയുടെ വികസനം പുരോഗമിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള സൈനിക നീക്കങ്ങളിൽ പാകിസ്ഥാന്റെ ഡ്രോണുകളെയും മിസൈലുകളെയും നേരിട്ട് കരുത്ത് തെളിയിച്ച മധ്യദൂര ഉപരിതല വ്യോമ മിസൈലുകളാണ് ആകാശ്. 25 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈലിന് 60,000 അടി വരെ ഉയരത്തിലുള്ള ലക്ഷ്യങ്ങളെ തകർക്കാനാകും. ഒരേ സമയം 40-ലധികം ശത്രു ലക്ഷ്യങ്ങളെ നിരീക്ഷിക്കാൻ കഴിയുന്ന ഫേസ്ഡ് അറേ റഡാറാണ് ഇതിന്റെ സവിശേഷത. നിലവിൽ പഴയ സോവിയറ്റ് കാലഘട്ടത്തിലെ സംവിധാനങ്ങൾക്ക് പകരമായി ആകാശ് 1S, ആകാശ് പ്രൈം, ആകാശ് NG എന്നീ അത്യാധുനിക പതിപ്പുകൾ സേനകളിൽ ഉൾപ്പെടുത്തി വരുന്നു. കടലിനോട് ചേർന്ന് താഴ്ന്നു പറക്കുന്ന കപ്പൽ വിരുദ്ധ മിസൈലുകളെയും യുദ്ധവിമാനങ്ങളെയും പ്രതിരോധിക്കാൻ ലക്ഷ്യമിട്ട ഹ്രസ്വദൂര മിസൈലായിരുന്നു തൃശൂൽ. 12 കിലോമീറ്റർ ദൂരപരിധി നിശ്ചയിച്ചിരുന്ന ഈ പദ്ധതി ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കാരണം 2008 ഔദ്യോഗികമായി അവസാനിപ്പിച്ചു. എങ്കിലും DRDOയുടെ ഗൈഡൻസ് കൺട്രോൾ സംവിധാനങ്ങളുടെ വികസനത്തിൽ ഈ പദ്ധതി നൽകിയ പാഠങ്ങൾ വിലപ്പെട്ടതാണ്. നിലവിൽ സമാന ദൗത്യങ്ങൾക്കായി വിസ്ഹോറാഡ്സ് മിസൈലുകളാണ് ഇന്ത്യ ഉപയോഗിക്കുന്നത്. മൂന്നാം തലമുറ ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈലായ നാഗ് 4 കിലോമീറ്റർ പരിധിയിലുള്ള അത്യാധുനിക ശത്രു ടാങ്കുകളെ ഇൻഫ്രാറെഡ് ഇമേജിംഗ് സീക്കർ സാങ്കേതികവിദ്യയിലൂടെ കണ്ടെത്തി തകർക്കാൻ ശേഷിയുള്ളതാണ്. ടാങ്കുകളുടെ കവചങ്ങൾ ഭേദിക്കുന്ന ടാൻഡം ഹൈ എക്സ്പ്ലോസീവ് വാർഹെഡാണ് ഇതിലുള്ളത്. നാമിക വാഹനങ്ങൾക്ക് പുറമെ ഹെലികോപ്റ്ററുകളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ഹെലിന, ധ്രുവാസ്ത്ര എന്നീ പതിപ്പുകളും ഇതിനുണ്ട്. ഇവ പ്രജഡ്, രുദ്ര ഹെലികോപ്റ്ററുകളിലും സൊറാവർ ടാങ്കുകളിലും സജ്ജീകരിക്കും. ഇതിൻ്റെ തുടർച്ചയായി സൈനികർക്ക് ചുമലിലേറ്റി നടക്കാവുന്ന മാൻ പോർട്ടബിൾ ATGM-ഉം ഇന്ത്യ വികസിപ്പിച്ചിട്ടുണ്ട്. 1980-കളിൽ അന്താരാഷ്ട്ര തലത്തിൽ മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിം ഏർപ്പെടുത്തിയ സാങ്കേതികവിദ്യാ വിലക്കുകളാണ് ഇന്ത്യ നേരിട്ട അക്കാലത്തെ ഏറ്റവും വലിയ വെല്ലുവിളി. പരീക്ഷണങ്ങളുടെ ആദ്യഘട്ടത്തിൽ മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിം പോലുള്ള അന്താരാഷ്ട്ര സംവിധാനങ്ങൾ ഇന്ത്യക്ക് മേൽ കടുത്ത സാങ്കേതിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പ്രതിരോധ സാമഗ്രികളുടെ കൈമാറ്റം ആഗോള ശക്തികൾ തടഞ്ഞതോടെ രാജ്യം കടുത്ത വെല്ലുവിളി നേരിട്ടു. എന്നാൽ ഈ പ്രതിസന്ധിയെ ഇന്ത്യ ഒരു അവസരമാക്കി മാറ്റി. നിർണായക സാങ്കേതികവിദ്യകൾ സ്വന്തമായി വികസിപ്പിക്കാൻ ശാസ്ത്രജ്ഞർ അഹോരാത്രം പണിയെടുത്തു. ഇത് പദ്ധതി അല്പം വൈകിച്ചെങ്കിലും രാജ്യത്ത് ശക്തമായ ഒരു പ്രതിരോധ ആവാസ വ്യവസ്ഥ വളർത്തിയെടുക്കാൻ സഹായിച്ചു. 2008 ജനുവരിയിൽ ഈ പ്രോഗ്രാം ഔദ്യോഗികമായി പൂർത്തിയായതായി പ്രഖ്യാപിക്കുമ്പോഴേക്കും മിസൈൽ വികസനത്തിൽ രാജ്യം പൂർണ്ണ സ്വയം പര്യാപ്തത കൈവരിച്ചിരുന്നു. IGMDP നൽകിയ ആത്മവിശ്വാസമാണ് അസ്ത്ര പോലുള്ള പുതിയ തലമുറ മിസൈലുകൾ നിർമ്മിക്കാൻ ഇന്ത്യക്ക് കരുത്തായത്. ചില പദ്ധതികൾ ലക്ഷ്യം കണ്ടില്ലെങ്കിലും മൊത്തത്തിൽ ഈ ദൗത്യം ഇന്ത്യയെ ലോകത്തിലെ വൻ ശക്തികളുടെ നിരയിലേക്ക് ഉയർത്തി.
പരസഹായം തേടിയിരുന്ന ഒരു ഭൂതകാലത്തിൽ നിന്നും ലോകത്തിന് മിസൈലുകൾ കയറ്റുമതി ചെയ്യുന്ന പുതിയ ഇന്ത്യയിലേക്കുള്ള ദൂരം ഈ 40 ആണ്ടുകളുടെ കഠിനാധ്വാനത്തിൻ്റെത് കൂടിയാണ്.